Hello everyone, welcome to Jupiter Plus One Commerce and Humanities channel. It's me, Nafi. അപ്പോൾ നിങ്ങളുടെ ഹിസ്റ്ററിയുടെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള എസ് ആണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾ പല ആളുകൾ ഹിസ്റ്ററി എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും, ചില ആളുകൾ ഹിസ്റ്ററി എക്സാം വരാൻ പോകുന്നുണ്ടാവില്ല. എന്തായാലും നിങ്ങൾ ഈ ഒരു ടോപ്പിക്കൊക്കെ പഠിച്ചു വെച്ചോ, നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് നന്നായിട്ട് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ് ചോദിച്ചു വെച്ചോ, അതായത് പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് അബൌട്ട് ദ റൈറ്റിംഗ് സിസ്റ്റം ഓഫ് മെസ്സപ്പെട്ടോമിയയുടെ എഴുത്ത് സമ്പ്രദായത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ 8 മാർക്കിന് എസ് ചോദിക്കാറുണ്ട്. നിങ്ങൾ ഹിസ്റ്ററിയിലെ എസ് 8 മാർക്കാണ് പബ്ലിക് എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ മെസ്സപ്പെട്ടോമിയുടെ റൈറ്റിംഗ് സിസ്റ്റം ഏതാണ്? ക്യൂണിഫോം ആണ്. ആ ക്യൂണിഫോമിൻ്റെ ഫീച്ചേഴ്സ് ആണ് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ക്യൂനസ് ഫോമ എന്നുള്ള വാക്കാണ് ക്യൂണിഫോം ആയിട്ട് മാറിയത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, സയൻസ് ആൻഡ് സിമ്പിൾസ്, ചിഹ്നങ്ങളും അടയാളങ്ങളുമാണ് എന്തുള്ളത്, ക്യൂണിഫോമിലുള്ളത്. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ അതിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. എത്ര പോയിന്റ്, ഒരുപാട് പോയിന്റ് ആഡ് ചെയ്താൽ 8 മാർക്ക് കിട്ടുള്ളൂ. പിന്നെ ശ്രദ്ധിക്കണം, എന്താണ് ടാബ്ലറ്റ്സ് ഓഫ് ക്ലേ, കളിമണ്ണിന്റെ ഫലകങ്ങൾക്ക് മുകളിലാണ് ആര് എഴുതിയിരുന്നത്, മെസ്സപ്പെട്ടോമിയക്കാർ എഴുതിയിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, അതെന്ത് ചെയ്യും, വെറ്റ് ക്ലേ, നനഞ്ഞ കളിമണ്ണാണ്, വെയിലത്ത് വെച്ചിട്ട് അവർ എന്ത് ചെയ്യാറുണ്ട്, ഉണക്കാറുമുണ്ട് എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. പിന്നെ ഓരോ ട്രാൻസാക്ഷനും ഓരോ ടാബ്, ഓരോ ഫലകം ഉണ്ടായിരുന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക. പിന്നെ പല ആവശ്യങ്ങൾക്കായിട്ട് ഈ യൂണിഫോം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂണിഫോം പഠിച്ചു വെച്ചോ, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി എസ് ഐ കൂടെ നിങ്ങൾക്ക് ഒരു ബോണസ് ക്വസ്റ്റ്യൻ കൂടി തരാം ഞാൻ. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത്, നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, അനലൈസ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ലൈഫ് ഓഫ് ദി പീപ്പിൾ ഇൻ ആൻഷ്യൻ റോം. പുരാതന റോമിലെ ജനങ്ങളുടെ സാമ്പത്തിക സാമൂഹിക ജീവിതം വിശകലനം ചെയ്യാനാണ് എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ അവിടുത്തെ സാമ്പത്തിക സാമൂഹിക ജീവിതം പറഞ്ഞാൽ എന്തൊക്കെ ആഡ് ചെയ്യണം, അവിടുത്തെ വർക്കേഴ്സ് ലൈഫ്, അവിടുത്തെ തൊഴിലാളികളുടെ ജീവിതം. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ വലിയ ക്വസ്റ്റ്യൻ ആണ്, 8 മാർക്കിനാണ് ഇത് ചോദിക്കുക. എക്കണോമിക് ആൻഡ് സോഷ്യൽ ലൈഫ് ഓഫ് ദ പീപ്പിൾ ഇൻ ആൻഷ്യൻ റോമിലെ, പുരാതന റോമിലെ ജനങ്ങളുടെ സാമ്പത്തിക സാമൂഹിക ജീവിതമാണ് ചോദിക്കുന്നത്. അപ്പോൾ 8 മാർക്കിന് ചോദിക്കുമ്പോൾ അതിൽ നിങ്ങൾ വർക്കേഴ്സ് ലൈഫ്, തൊഴിലാളികളുടെ കാര്യങ്ങൾ എഴുതണം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, അവിടുത്തെ സ്ലേവറി, അടിമത്തത്തെക്കുറിച്ച് എഴുതണം. തീർന്നിട്ടില്ല, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടുത്തെ ഫാമിലി സിസ്റ്റം, റോമിലെ കുടുംബ വ്യവസ്ഥയെക്കുറിച്ച് എഴുതണം. ഈ പോയിന്റ്സ് ഒക്കെ അതിലേക്ക് ആഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, 8 മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പോയിന്റ്സ് ഒക്കെ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് വെക്കണം. തീർന്നിട്ടില്ല, അവിടുത്തെ ഫീച്ചേഴ്സ് ഓഫ് റോമൻ ഫാമിലി, റോമിലെ കുടുംബത്തിന്റെ സവിശേഷതകൾ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ലൈവിൽ ഡിസ്കസ് ചെയ്യും. ലൈവിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനൊക്കെ നോട്ടുകൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ എസ് ചോദിക്കാൻ ചാൻസ് ഉള്ള അവിടുത്തെ ജെൻഡർ ലിറ്ററസി ആൻഡ് കൾച്ചർ, ലിംഗഭേദം സാക്ഷരത സംസ്കാരം, ഇവിടുത്തെ റോമൻ എംപയറിൽ. അപ്പം ഇതും എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, എസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ കൾച്ചർ ഡെവലപ്മെന്റ് പറയുമ്പോൾ റോമക്കാരുടെ വിശ്വാസത്തെക്കുറിച്ച് പഠിക്കണം, അവരുടെ മതവിശ്വാസം, അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ലാംഗ്വേജ്, ഭാഷ. ശ്രദ്ധിക്കാൻ, റോമിലെ കൾച്ചർ, അതേപോലെ ലിറ്ററസി ആൻഡ് ജെൻഡറാണ്. റോമിലെ സംസ്കാരം, ലിംഗം, അതേപോലെ തന്നെ ഭാഷ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, എക്സാമിന് ചോദിച്ചത്. അപ്പോൾ അവിടെ നിങ്ങൾ എന്തൊക്കെയാണ്, റോമിലെ ലാംഗ്വേജസ്, ഭാഷകളെ കുറിച്ച് എഴുതണം, റോമിലെ ലിറ്ററസി, സാക്ഷരതയെ കുറിച്ചിട്ട് എഴുതണം. ഈ പോയിന്റ്സ് ഒക്കെ അതിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ, അതായത് റോമൻ എംപയറിനെ കുറിച്ചുള്ള ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, അതിന് എസ് ചോദിക്കാറുണ്ട്. പിന്നെ റോമിൽ അടുത്ത എസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ് എന്ത്, എക്കണോമിക് എക്സ്പാൻഷൻ, ലേബേഴ്സ്, അല്ലേ, സാമ്പത്തിക വികസനം, തൊഴിലാളികളുടെ അവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് മെസ്സേജ് ചോദിക്കാം. ഈ 3 ടോപ്പിക്കിൽ നിന്നും എന്ത് ചെയ്യാറുണ്ട്, എസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഇതിൽ ആഡ് ചെയ്യണം. റോമിൽ ഉണ്ടായിട്ടുള്ള വ്യവസായങ്ങളെ കുറിച്ചിട്ടും അവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടും ഒക്കെ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ എവിടെ തരുന്നുണ്ട്, യൂട്യൂബിൽ ലൈവായിട്ട് നമ്മൾ എന്ത് ചെയ്യും, തരും. ഇത് പഠിച്ചു വെച്ചോണ്ടി. പിന്നെ 3rd ചാപ്റ്ററിലേക്ക്, നമ്മൾ 4th ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമ്മൾ അറേബ്യൻ സിവിലൈസേഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് തവണ എസ് ചോദിച്ചാൽ കേട്ടോ. അതായത് എക്സ്പ്ലെയിൻ ദ ലെഗസി ഓഫ് ഇസ്ലാം ടു ലേണിംഗ് ആൻഡ് കൾച്ചർ, അല്ലേ, പഠന സംസ്കാരത്തിന് ഇസ്ലാമിൻ്റെ പൈതൃകം വിശദീകരിക്കുക. അപ്പോൾ 2 കാര്യങ്ങൾ, ആർക്കിടെക്ചറും ലിറ്ററേച്ചറുമാണ് നിങ്ങളോട് പരിഗണിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇസ്ലാമിലെ ആർട്ട് ശ്രദ്ധിക്കണം, ഇസ്ലാമിലെ ലിറ്ററേച്ചർ, ഇസ്ലാമിലെ സാഹിത്യത്തെക്കുറിച്ച് നിങ്ങൾ പറയണം. അവിടെ ആരൊക്കെയാണ് പുസ്തകങ്ങൾ എഴുതിയത്, ആ പുസ്തകങ്ങളുടെ പേരെന്താണ്, ആ പുസ്തകങ്ങളുടെ ഓഥറിൻ്റെ പേരെന്താണ്, ആ പുസ്തകങ്ങളിൽ എന്താണ് എഴുതിയത്, ആ കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ഇത്രയും ടോപ്പ് കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് അതിൽ ചോദിക്കാറുണ്ട്. അത് നിങ്ങൾ സാർ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് എവിടെ കിട്ടും, നമുക്ക് എജ്യൂപോർട്ട് ആപ്പിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഒരു ദിവസം കൊണ്ടൊന്നും പഠിച്ചാലൊന്നും എന്ത് ചെയ്യില്ല, ഹിസ്റ്ററി തീരില്ല. നിങ്ങൾ എജ്യൂപോർട്ട് ആപ്പിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ മാത്രമേ കാര്യങ്ങൾ എന്ത് ചെയ്യുള്ളൂ, സെറ്റ് ആവുള്ളൂ. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക, ഇത് എക്സാമിന് ചോദിക്കും കേട്ടോ. അപ്പോൾ ആർട്ടിനെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങളുടെ പേരുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് പഠിക്കാൻ ഈ ഒരു ടേബിൾ ഓർത്ത് വെക്കുക. ഓരോ ബുക്കും അത് എഴുതിയ ഓഥറുടെ പേരും ആ ബുക്കിൻ്റെ മെയിൻ കോണ്ടന്റ്, മെയിൻ തീം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് പോയിന്റ് ആക്കിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആഡ് ചെയ്യും. പിന്നെ ആർക്കിടെക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഇസ്ലാമിൻ്റെ ആർക്കിടെക്ചറിൻ്റെ കോമൺ ഫീച്ചർ എന്താ, ആർച്ച്, ഡോം, മിനാരേറ്റ്സ്, അല്ലെ, കമാനങ്ങൾ ഉണ്ടാവും, താഴികക്കുടങ്ങൾ ഉണ്ടാവും, മിനാരങ്ങൾ ഉണ്ടാവും. ഇതാണ് എന്ത്, ഇസ്ലാമിക് ആർക്കിടെക്ചറിൻ്റെ ഒരു കോമൺ ഷേപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഉൾഭാഗം എന്തിയാണ്, അറബ്സ്കി ആൻഡ് കാലിഗ്രഫി കൊണ്ടും അറബ്സ്കി കൊണ്ടും ഉള്ളിലെ ഭാഗങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അലങ്കരിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് ആണ് എസ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ നന്നായിട്ട് പഠിച്ചു വെച്ചോ. ഡീറ്റെയിൽ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യാൻ അതിന് മുന്നേ ഈ ടോപ്പിക് നിങ്ങൾ എന്ത് ചെയ്തോ, സെറ്റാക്കി വെച്ചോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ nafi.edu എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. വീണ്ടും കാണാം. ബൈ.